എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അമൃത്സ്വാമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മുടെ വീഡിയോയിൽ കണ്ടിട്ടില്ലേ, ഉണ്ണിക്കുട്ടൻ ഒരു വലിയ ആൺകുട്ടി എൻ്റെ ചേച്ചിയുടെ മോനാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ പിറന്നാൾ കഴിഞ്ഞു പോയി, മറ്റേ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ടായിരുന്നു ബർത്ത്ഡേ ഉണ്ടായിരുന്ന ഡേറ്റ്. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു പരിപാടി നടത്തി. അപ്പോൾ കേക്കൊന്നും വാങ്ങിച്ചില്ല, തൽക്കാലം ചെറിയൊരു സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ പിന്നെ വേറൊരു പരിപാടി പ്ലാൻ ചെയ്തു. അപ്പോൾ ചെറിയൊരു സദ്യയുടെ പരിപാടിയാണ്. അപ്പോൾ ആഘോഷമായിട്ടൊന്നുമില്ല, ഞങ്ങൾ മൂന്നാളെ ഉണ്ടായിരുന്നുള്ളൂ, ഏട്ടനും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത്രേ ഉണ്ടാക്കിയുള്ളൂ. അപ്പോൾ വൈകിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെയുള്ള പ്ലാനിലായിരുന്നു. അങ്ങനെ പാലട ഉണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചു. അപ്പോൾ അങ്ങനെ ചെറിയൊരു പരിപാടി നടത്തി ഞങ്ങൾ മൂന്നാളും കൂടെ. പിന്നെ നമ്മുടെ കുക്കിയും കൂടെ പായസവും ഊണൊക്കെ കഴിച്ചു. കുക്കിയും അടിപൊളിയായിട്ട് സദ്യയൊക്കെ കഴിച്ചു കേട്ടോ. സദ്യ കഷ്ണങ്ങളൊക്കെ കഴുകിയിട്ട് ഞാൻ കൊടുത്തു. പിന്നെ പായസം കുറച്ച് കൊടുത്തു, ഒരുപാടായ പഞ്ചസാരയല്ലേ, അപ്പോൾ പ്രശ്നം എന്താണെന്ന് പറഞ്ഞിട്ട് കുറച്ച് പായസം കൊടുത്തു. പാവല്ലേ, നമ്മുടെ കുക്കി സദ്യയൊക്കെ വീട്ടിലുണ്ടാക്കിയിട്ട് കുക്കിക്ക് സദ്യ കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ കുക്കിക്കും സദ്യ കൊടുത്തു. നമ്മുടെ ഉണ്ണിക്കുട്ടനും സദ്യ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് പോകാമെന്ന് വെച്ച പരിപാടിയിൽ മാറ്റം വന്നു. ഏട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ലേറ്റായി. അപ്പോൾ പിറ്റേ ദിവസം പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പോവാൻ എനിക്ക് പറ്റിയില്ല, കാരണം വീട്ടിൽ പണിക്കാരുണ്ടായിരുന്നു. അപ്പോൾ വേറെ എവിടെയില്ല, നമ്മുടെ സ്റ്റുഡിയോയിലാണ്, പട്ടാമ്പി സ്റ്റുഡിയോയിലാണ് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് പട്ടാമ്പിയാണ്. അപ്പോൾ പട്ടാമ്പിയിൽ സ്റ്റുഡിയോയിൽ നല്ല കളക്ഷൻ ഉണ്ട്. ഇപ്പോൾ പട്ടാമ്പിയിൽ സ്റ്റുഡിയോയിൽ മാത്രമല്ല, എല്ലാവിടെയും സ്റ്റുഡിയോ ഉണ്ട്, എല്ലാവിടെയും നല്ല കളക്ഷനുണ്ട്. അപ്പോൾ അന്നും നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ലേഡീസിൻ്റെ ആണെങ്കിലും ജെൻസിൻ്റെ ആണെങ്കിലും കുട്ടികളുടെ ആണെങ്കിലും ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ ലിപ്സ്റ്റിക്ക്, ഫാൻസി ഐറ്റം, അതായത് ലേഡീസിൻ്റെ സ്പെഷ്യൽ ഐറ്റംസുകൾ, പിന്നെ ചപ്പൽ, ഇതൊക്കെ 199 തൊട്ടിട്ട് അങ്ങനെ പല റേറ്റിലും ഉണ്ട്. അപ്പോൾ പോയിട്ടുള്ളവർക്ക് ഏകദേശം അറിയാം, ഞാൻ അതിൻ്റെ റേറ്റ് ഒന്നും പറയുന്നില്ല. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ ബോയ്ക്ക് 2 ടീഷർട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ അവന് ഇഷ്ടപ്പെട്ടത് ഈ കോളർ വെച്ച ബനിയനിലാണ്. അപ്പോൾ അവൻ 2 ടീഷർട്ട് എടുത്തു. അപ്പോൾ 3 എടുത്തു. അതിലൊരെണ്ണം അത്ര ക്ലിയർ ആയില്ല, ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം അവിടെ തന്നെ വെച്ചു. അങ്ങനെ 2 എടുത്തു. അവരങ്ങനെ മടങ്ങി. അപ്പോൾ ബാക്കി ഞാൻ സ്റ്റുഡിയോയിലൊക്കെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരുന്നുണ്ട്. ഓരോ കളക്ഷനും റേറ്റും ഒക്കെ ഒന്ന് വീഡിയോ ചെയ്യുന്നുണ്ട്. ഒരുപാട് വർത്തമാനം പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. അപ്പോൾ അവൻ എടുത്ത കളറ് ഗ്രേ കളറ്, വയലറ്റ്, ക്രീമായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടത് വയലറ്റും ക്രീമുമാണ്. വയലറ്റ് നല്ല വയലറ്റ് അല്ല കേട്ടോ, ലൈറ്റ് എന്താ പറയുക, ഒരു ലാവൻഡർ കളറ്. അപ്പോൾ ആള് ഇച്ചിരി തടിയും കളറൊക്കെ ഉള്ള കാരണം ഏത് കളർ ഇട്ടാലും അവന് മാച്ചാണ്. അപ്പോൾ നല്ല കളറാണ് സെലക്ട് ചെയ്തത്. ഞാൻ പോവാത്തതിൻ്റെ കുറവുണ്ടായിരുന്നു, കാരണം എന്താ പറയട്ടെ, കറക്റ്റായിട്ട് ഏട്ടനോട് ഞാൻ കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ പറഞ്ഞതാ. അപ്പം കണ്ടില്ലേ, ഷർട്ട് ഉണ്ടാകുമ്പോൾ അതിൻ്റെ റേറ്റ് ഉണ്ടാവില്ല, റേറ്റ് ഉണ്ടാകുമ്പോൾ ഷർട്ട് ഉണ്ടാവില്ല. ഈ ലെവലിലാണ് വീഡിയോ എടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ എടുത്തുകൊണ്ട് വന്നതല്ലേ, ഇടാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അത്യാവശ്യം പോളിഷൊക്കെ ചെയ്ത് എൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് ഞാൻ ഇട്ടതാണ്. നമ്മുടെ ഉണ്ണിക്കുട്ടന് ഇഷ്ടപ്പെട്ട മോഡൽ ഈ ബനിയനാണ് കേട്ടോ, ടീഷർട്ട്, അതായത് കോളർ ഉള്ളത്. അപ്പോൾ പല മോഡലുണ്ട് ബനിയനിൽ, റൗണ്ട് നെക്ക്, വി നെക്ക്, അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അതിൽ ആൾക്ക് ഇഷ്ടപ്പെട്ടത് കോളറുള്ളതാണ്. ആൾക്ക് ആ മോഡൽ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കോളറുള്ള ടൈപ്പ് എടുത്തു. ഉണ്ണിക്കുട്ടൻ കമ്പ്യൂട്ടർ ഡിപ്ലോമയാണ്, കമ്പ്യൂട്ടർ സയൻസ്, +2 കഴിഞ്ഞിട്ട് ഇനി ബിടെക് എടുക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേ കണ്ടോ, ഇതത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ലാസ്റ്റ് ഫൈനലി എല്ലാം ഇട്ട് നോക്കിയിട്ട് ഒരു ക്രീമും ലാവൻഡർ കളറാണ് എടുത്തത്. ബാക്കിയുള്ള ബനിയൻസ് ഒന്നും ഇട്ടിട്ട് വീഡിയോ എടുത്തില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഫോൾട്ട്. ഞാൻ പോയെങ്കിൽ എല്ലാം അരിച്ച് പെറുക്കിയിട്ടേ വരുള്ളൂ. ഇത് ഇവർ പോയ കാരണം കുറച്ച് ഭയങ്കര പിശുക്കന്മാരാ, ഒന്നും മര്യാദയ്ക്ക് വീഡിയോ എടുത്തിട്ടില്ല. ഇങ്ങനെ കൊണ്ടു തന്നിട്ടുണ്ട്, എനിക്ക് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെയാണ് കൊണ്ടു തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഏകദേശം പിശുക്കന്മാർ എങ്ങനെയാണ് വീഡിയോ എടുത്തിട്ടുള്ളതെന്ന്. അപ്പോൾ ഇനി ബാക്കിയുള്ള വീഡിയോ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഉണ്ണിക്കുട്ടൻ ബനിയനൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ നിങ്ങളും സ്റ്റുഡിയോ തന്നെയാണോ ബനിയനും ഡ്രസ്സുകളൊക്കെ എടുക്കാൻ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഞങ്ങൾ പാലക്കാടുള്ള സ്റ്റുഡിയോയിലാണ് കേട്ടോ പോവാറ്. ടീഷർട്ട് എടുക്കാനായിട്ട് അവിടെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. നിങ്ങളുടെ
നിങ്ങളുടെ അഭിപ്രായങ്ങളും ഉണ്ണിക്കുട്ടൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങളും അതേപോലെ സുബിയുടെ വിശേഷങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. നിങ്ങൾ പോകാറുള്ള ഷോപ്പിൻ്റെ പേരും കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.